എന്തു പറ്റി ഇന്ദ്രജെ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ മിണ്ടാതെ അവിടെ കിടന്നാ പോരെ. പാതിരാത്രി ഇങ്ങനെ ചാടി അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? വിജയ് കിടന്നോ? അതെ, തനിക്ക് എന്താ പറ്റിയത്? എന്തോർത്താ താൻ ഇങ്ങനെ പേടിച്ചത്? അവളുടെ കാര്യം ഓർത്തിട്ടാ. ആ നന്ദിനിയുടെ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വിജയ്. അതെ എന്റെ ഇന്ദ്രജെ, വേറൊന്നും തോന്നരുത്. അവളുടെ ഏത് കാര്യം ഓർത്തിട്ടാണെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഈയിടെ എല്ലാ അവസ്ഥയിലും തനിക്ക് അവളുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലോ. മിണ്ടി പോരുത്. വിജയ് കൂടെ ഇരുന്ന് കളിയാക്കിയ ചെയ്യുന്ന ധൈര്യം അവൾക്ക് സൂര്യക്കൊക്കെ എന്നെ ദ്രോഹിക്കാൻ. അതല്ല ഇന്ദ്രജ, ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ഈ പാതിരാത്രി സൂര്യയുടെ മുന്നിൽ ചാടി വീഴണോ? എന്നിട്ട് അവനെ വെല്ലുവിളിക്കണം? സൂര്യ എന്നെ അടിച്ച് ശരിപ്പെടുത്തി ഈ ഗേറ്റിന്റെ വെളിയിൽ വലിച്ചെറിഞ്ഞ നാളെ നീ ചോദിക്കുവോ? തന്റെ മമ്മി എന്തെങ്കിലും മിണ്ടുവോ? അതൊന്ന് പറ. ഇതാ ഞാൻ വിജയോട് തർക്കിക്കാൻ വരാത്തത്. വിജയ്ക്ക് ആരെ വിശ്വാസമില്ല. എന്റെ ഇന്ദ്രജെ, എനിക്കിപ്പോ എല്ലാരെയും വിശ്വാസ. താനിപ്പോ ഞെട്ടി ഉണർന്നത് എന്തിനാണെന്ന് പറഞ്ഞാ ഇങ്ങോട്ടൊക്കെ പറ്റിയാൽ ഞാൻ അതിനൊരു പരിഹാരം പറഞ്ഞു തരാം. അവളുടെ കാലം ഞാൻ കഴുകേണ്ടി വന്നില്ലേ വിജയ്? അതിനുവേണ്ടി തന്നെയല്ലേ അവള് സ്വാമിയായിട്ട് മാറിയത്. ഇത് ക്ലീൻ ആയിട്ടാ എല്ലാവരുടെ മുൻപിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. സ്വാമി പൂജ തീരുമാനിക്കുന്നു, ആദിശേഷൻ തിരുമേനി വരുന്നു, ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ കാല് കഴുകി വൃത്തിയാക്കുന്നു. ആന്റി പിന്മാറിയപ്പോ താനത് ഏറ്റെടുക്കുകയായിരുന്നു. അതാണ് സത്യം. അതെ, ഞാനത് ഏറ്റെടുക്കുകയായിരുന്നു. എന്റെ മമ്മി നാണം കെടാതിരിക്കാൻ വേണ്ടി ആ നാണക്കേട് എന്റെ തോളി കയറ്റി വെച്ചു. പിന്നെ നടന്നൊക്കെ വിജയ് കണ്ടില്ലായിരുന്നോ? അവളുടെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു, നമ്മളെ എല്ലാവരെയും കീഴടക്കിയ ചിരി. അവൾക്കെന്താ? തെങ്ങുംതോപ്പ് നോക്കാൻ നിന്ന സുദേവന്റെ മകള് നമ്മുടെ വീടിനകത്ത് എത്തിയില്ലേ? നമുക്കാർക്കും ഇല്ലാത്ത സ്വാതന്ത്ര്യങ്ങൾ അവൾ അനുഭവിക്കുന്നില്ലേ? ഇപ്പൊ തന്നെ നോക്ക്, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവൾക്ക് പോകാനുള്ള സ്ഥലങ്ങളിൽ സൂര്യ അവളെ കൊണ്ടു നടക്കുന്നു, രാപകലില്ലാതെ. ഇവിടെയോ മമ്മിക്ക് സ്വസ്ഥതയില്ല, എനിക്കില്ല, വേദക്കില്ല. എന്തിന്? വിജയ്ക്ക് മനസ്സമാധാനം ഉണ്ടോ? അവൾ ഒറ്റയൊരുത്തി കാരണം. ഇന്ദ്രജയ, ഈ പാതിരാത്രി എണീറ്റിരുന്ന് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? രാവിലെ എല്ലാവരും കൂടെ ഇരുന്ന് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നതാ നല്ലത്. ചില തീരുമാനങ്ങള് ഞാനും വേദ ഒന്നിച്ചെടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? അത് വിജയ് പറയണ്ട. ഓ, ഇപ്പൊ എന്നോട് രഹസ്യമായിട്ട് സൂക്ഷിക്കും. കുറെ കഴിയുമ്പോ പരിപാടി പൊളിഞ്ഞു കഴിയുമ്പോ എല്ലാം എന്നോട് വിളിച്ച് പറയുകയും ചെയ്യും. അതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഇതാണ് കുഴപ്പം. ഞങ്ങൾ എല്ലാരും കുറ്റപ്പെടുത്തല്ലാതെ മറ്റൊന്നും വിജയുടെ നാമീന്ന് വരില്ല. വിജയ് എന്താ പെർഫെക്റ്റ് ആണോ? വിജയെ കൊണ്ട് എന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ? അതവസാനം പാതിരാത്രി 12:30 ചുറ്റി വളഞ്ഞ് എന്റെ തലയ്ക്ക് തന്നെ വരുന്നത് കണ്ടോ? നീയേ വേണമെങ്കിൽ മനസ്സമാധാനത്തിന് എന്നെ 4-5 ചീത്ത വിളിച്ചോ, എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്കെന്തോ നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങാൻ പോവാ. വേണമെങ്കിൽ ചീത്ത വിളിച്ചിട്ട് കിടന്നോ. താൻ കിടക്കുന്നില്ലേ? കിടന്നോളാം. എനിക്കൊരാളുടെ കാല് പിടിച്ച അതിന് നാണക്കേടൊന്നും തോന്നുന്നില്ല. എത്ര കാലമായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ദ്രജയുടെ കാല് പിടിക്കുന്നു, മെമ്മീയുടെ കാല് പിടിക്കുന്നു.
നന്ദിനിമോള് നല്ല ഉറക്കത്തില്ല. സാറ് വേണമെങ്കിൽ അകത്ത് കിടന്ന് ഉറങ്ങിക്കോളൂ. വേണ്ട വേണ്ട, ഞാനേ AC ഓഫ് ചെയ്തിട്ടിരിക്കാം. നന്ദിനിക്ക് തണുപ്പ് അധികം ശരിയാവില്ല. ആ കാര്യം നന്ദിനിമോള് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഭാഗ്യമുള്ള കുട്ടിയാ സാറേ. അതെങ്ങനെ? ഓ, സാറ് മൊത്തത്തിലൊന്നും മാറിയില്ലേ? ഇപ്പം സാറ് നന്ദിനെ സ്നേഹിക്കിനെ കാണുമ്പോഴേ ആർക്കും കൊതിയാവും, ആർക്കും അസൂയം തോന്നും സാറേ. അസൂയക്ക് കുറവൊന്നുമില്ല. അതെ, എന്റെ അമ്മയും സഹോദരിമാരും കാണിക്കുന്ന പോരെ. ഒരു മിനിറ്റ്. ഓ, രാജുവേട്ടാ, നല്ല ഉറക്കം. മനസ്സിന്റെ സന്തോഷമല്ലേ സാറേ. നന്ദിനി മോള് പറഞ്ഞതുപോലെ സാറ് ലോകം മുഴുവനും മോളെ കൊണ്ട് കിടക്കാനൊന്നും വേണ്ട. ഇതുപോലെ ഇടയ്ക്കൊന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മതി. പാവത്തിന് അത് മതി സാറേ.